Hi all, welcome to Xylem Technical, only for engineers. നമ്മൾ ഈ ഒരു സെഷനിൽ സർവേയിലെ കുറച്ച് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. നമുക്കറിയാം സർവേയിൽ ആവശ്യപ്പെടുന്ന സിലബസ് ഏതൊക്കെയായിരുന്നു. ഇൻട്രൊഡക്ഷൻ ആൻഡ് സ്കെയിൽ ഉണ്ട്, ചെയിൻ സർവേ ഉണ്ട്, ലെവലിംഗ് ഉണ്ട്, കോമ്പസ് ഉണ്ട് അല്ലെ. പിന്നെ ഉള്ളത് പ്ലെയിൻ ടേബിൾ ആൻഡ് കോണ്ടൂറിംഗ് ആണ്. ഓൾറെഡി നമ്മൾ മാരത്തോണിൽ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സെഷനിൽ ജൂനിയർ ഇൻസ്ട്രക്ഷന് വേണ്ട പ്ലെയിൻ ടേബിളിലെയും കോണ്ടൂറിലെയും കുറച്ച് ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോവുകയാണ്. തിയറിയും നമുക്ക് ഡിസ്കസ് ചെയ്യാം. കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. സോ ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ഡിസ്കഷൻ ഉണ്ടാവുക. ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ ടോപ്പിക്കുകളാണ്. പോയിന്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ആ പോയിന്റുകൾ നിങ്ങളുടെ ഓർമ്മയിലേക്ക് ഓടിയെത്തണം. ആ രീതിയിൽ എന്ത് ചെയ്യാം? നമ്മൾ പ്രിപ്പയർ ആണ്. ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ദ പ്ലെയിൻ ടേബിൾ സർവേ ഈസ് മോർ സ്യൂട്ടബിൾ. പ്ലെയിൻ ടേബിൾ സർവേ ഈസ് മോർ സ്യൂട്ടബിൾ എപ്പോഴാണ്? എവിടെയാണ്? ഓപ്ഷൻ വായിച്ചു നോക്കിയേ. ഓപ്ഷൻ വായിച്ചു നോക്കിയാൽ ഓപ്ഷൻ ഡി ആയിരിക്കും നിങ്ങൾ ആദ്യം കാണുന്നത്. ഓൾ ദി അബവ് എന്ന് ത്വര ഉണ്ടാവാം അല്ലെ, തീർച്ചയായിട്ടും ഒരു 95% ത്വര ഉണ്ടാവാം ഓൾ ദി അബവ് എന്ന് ആൻസർ ചെയ്യാൻ. അതിനു മുമ്പ് ഓപ്ഷൻ വായിക്കുകയാണെങ്കിൽ ഇൻ മാഗ്നറ്റിക് ഏരിയാസ് വേർ കോമ്പസ് കനോട്ട് ബി യൂസ്ഡ്. ശരിയല്ലേ? പ്ലെയിൻ ടേബിളിൽ വിഷയമുള്ള കേസല്ല. ഫോർ സ്മോൾ സ്കെയിൽ മാപ്സ് പർട്ടിക്കുലർലി ശരിയാണ്. ലാർജ് സ്കെയിൽ മാപ്പിന് യൂസ് ചെയ്യാറില്ല. വേർ നോട്ട് മച്ച് ഓഫ് ദ സ്കിൽ ഈസ് റിക്വയർഡ് ഇൻ ദ വർക്ക്. ശരിയാണ്. അതായത് ഓപ്ഷൻ ഡി, എല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള വലിയ തലവേദന ഇല്ലാത്ത, വലിയ പണിയൊന്നും അറിയാത്ത, സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് ഒന്നും ആവശ്യമില്ലാത്ത രീതിയിലുള്ള വർക്കിൽ സ്മോൾ സ്കെയിൽ മാപ്പിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന പരിപാടി യൂസ് ചെയ്യാം. അപ്പോഴാണ് നമുക്ക് ഓർമ്മ വരുന്നത് എന്താണ് പ്ലെയിൻ ടേബിൾ സർവേ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ക്വിക്ക് മെത്തേഡ് ഓഫ് സർവേയിങ്. ജനറലി നോട്ട് റെക്കമെൻഡഡ് വേർ ഹൈ ലെവൽ ഓഫ് പ്രിസിഷൻ ഈസ് റിക്വയർഡ് ഇൻ ദിസ് മെത്തേഡ് ഓഫ് സർവേയിങ്. എന്താണ് പ്ലെയിൻ ടേബിളിൽ നിങ്ങൾ ഫീൽഡിൽ പോയിട്ട് അല്ലെ ഒബ്സർവേഷൻസ് എടുക്കുന്നു, അത് അപ്പൊ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഡ്രോ ചെയ്യുന്നു. എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾ ഫീൽഡിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇനീഷ്യൽ സ്റ്റേജിൽ ഇറ്റ്സെൽഫ് നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് ടോപ്പോഗ്രാഫിക്കൽ മാപ്പ് പ്രിപ്പറേഷന് വേണ്ടി കൂടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇൻ ദിസ് മെത്തേഡ് ഓഫ് സർവേയിങ് the work of taking measurement and plotting are done simultaneously in the field. Thus any mistake can be detected at the initial stage itself. ഇതാണ് പ്ലെയിൻ ടേബിൾ സർവേ. പ്ലെയിൻ ടേബിൾ സർവേയുടെ പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാരലിസം ആണ്. എന്താണ് പാരലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതാണ് നമ്മുടെ പ്ലോട്ട് എങ്കിൽ നമ്മുടെ പ്ലെയിൻ ടേബിൾ വരയ്ക്കുന്ന ലൈൻ അല്ലെ. ലെറ്റ്സ് സേ നമ്മുടെ പ്ലോട്ട് ഇതായിരുന്നു ആൻഡ് ഇതാണ് ഗ്രൗണ്ടിലെ പോയിന്റ് ക്യാപിറ്റൽ എ, ഗ്രൗണ്ടിലെ പോയിന്റ് ക്യാപിറ്റൽ ബി. നിങ്ങൾ എവിടെ വെച്ചിട്ടുണ്ട്? എവിടെ പോയി? പ്ലോട്ട് എവിടെ? ആൻഡ് നിങ്ങൾ ഗ്രൗണ്ടിൽ എന്ത് വെച്ചിട്ടുണ്ട്? എ എന്ന് പറയുന്ന പോയിന്റിൽ നിങ്ങൾ പ്ലെയിൻ ടേബിൾ വെച്ചിട്ടുണ്ട്. ലെറ്റ്സ് സേ സി എന്ന് പറയുന്ന പോയിന്റിൽ പ്ലെയിൻ ടേബിൾ നിങ്ങൾ വെച്ചിട്ടുണ്ട്. എയും ബിയും നിങ്ങൾ ഓൾറെഡി പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതായിരിക്കും പോയിന്റ് എ ഓൺ ദ പ്ലെയിൻ ടേബിൾ, ഇതാണ് പോയിന്റ് ബി ഓൺ ദ പ്ലെയിൻ ടേബിൾ. നോക്കിയ ഈ പറയുന്ന ഗ്രൗണ്ടിലെ രണ്ട് പോയിന്റുകൾ, അതായത് ക്യാപിറ്റൽ എ ആൻഡ് ക്യാപിറ്റൽ ബി, അവർ തമ്മിൽ ജോയിൻ ചെയ്യപ്പെടുന്ന ആ ഇമാജിനറി ലൈൻ കണ്ടോ? ദിസ് ഈസ് ദ ഇമാജിനറി ലൈൻ. ഈ പറയുന്ന ലൈനും ഇനി നിങ്ങൾ പ്ലെയിൻ ടേബിൾ വരയ്ക്കാൻ പോകുന്ന ലൈനും എന്തായിരിക്കണം? പാരലൽ ആയിരിക്കണം. അതായത് whatever the lines you are drawing in the plane table should be parallel to the lines or imaginary lines on the ground ആണ്. അത് ഏത് സ്റ്റേഷനിൽ മാറ്റി വെച്ചാലും എങ്ങനെയൊക്കെ തിരിച്ചു മറിച്ച് വെച്ചാലും ഈ പറയുന്ന പാരലിസം അച്ചീവ് ചെയ്യാൻ വേണ്ടി രണ്ട് പരിപാടി നടത്താം നമുക്ക്. ഒന്ന് ഓറിയന്റേഷൻ ആണ്. ഫസ്റ്റ് വൺ ഈസ് ഓറിയന്റേഷൻ ആൻഡ് സെക്കൻഡ് വൺ എന്താണ്? ബാക്ക് സൈറ്റിംഗ് ആണ്. സെക്കൻഡ് വൺ ഈസ് ബാക്ക് സൈറ്റിംഗ്. ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് മെത്തേഡുകൾ. ക്ലിയർ അല്ലേ? ബാക്ക് സൈറ്റിംഗ് ആൻഡ് ഓറിയന്റേഷൻ. So ഒന്ന് വായിച്ചേ. The plane table surveying is based on the principle that line drawn during the plotting is always parallel to the corresponding line present on the ground ആണ്. This is termed as parallelism. രണ്ട് രീതിയിൽ നമുക്ക് അച്ചീവ് ചെയ്യാം പാരലിസം, ഓറിയന്റേഷൻ ആൻഡ് ബാക്ക് സൈറ്റിംഗ് ആണ്. എന്താണ് ഓറിയന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, എല്ലാ പ്ലെയിൻ ടേബിൾ സ്റ്റേഷനിലും നമ്മൾ മാറ്റി എടുത്തു വെക്കുമ്പോൾ വലത് മൂലയിൽ റൈറ്റ് ടോപ്പ് കോർണറിൽ നമ്മൾ നോർത്ത് മാർക്ക് ചെയ്യാറുണ്ട് യൂസിങ് എ ട്രഫ് കോമ്പസ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. എല്ലാ പോയിന്റുകളിലും നമ്മുടെ പ്ലെയിൻ ടേബിൾ ഒരേ ഓറിയന്റേഷനിലായിരിക്കും. അതുകൊണ്ട് ലൈൻസുകളെല്ലാം എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. ഓർ നമുക്ക് എന്തും കൂടി ഉപയോഗിക്കാം? നമുക്ക് ബാക്ക് സൈറ്റിംഗ് കൂടി ഉപയോഗിക്കാം. ബാക്ക് സൈറ്റിംഗ് എന്ന് പറയുന്ന പരിപാടി എന്താ നിങ്ങൾക്കറിയാം അല്ലെ? നമ്മൾ പുതിയൊരു സ്റ്റേഷനിലേക്ക് എടുത്തു വെക്കുമ്പോൾ നമ്മൾ ആദ്യം എങ്ങോട്ടാണ് നോക്കുക? നമ്മൾ പ്രീവിയസ് സ്റ്റേഷനിലേക്ക് തിരിഞ്ഞു നോക്കും യൂസിങ് അലിഡേറ്റ്. ആ പരിപാടിയാണ് ബാക്ക് സൈറ്റിംഗ്. ഈ രണ്ട് മെത്തേഡും പാരലിസം അച്ചീവ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് ഈ ഒരു അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കുകയാണ്. അടുത്ത ചോദ്യം നോക്കിയേ. The principle which says that the plane table is always placed in every station parallel to the position it occupied at the first station is known as ഇപ്പൊ പറഞ്ഞ സാധനം ഫ്രഷ്. ഓപ്ഷൻ ബി പാരലിസം. അടുത്ത ചോദ്യം നോക്കിയേ. Dash is done to set the plane table in meridian at a successive station. At a successive stationൽ നമ്മൾ എടുത്തു വെക്കാം. നോക്കിയേ, dash is done to set the plane table in meridian. In meridian means ഒരേ ഡയറക്ഷനിൽ. മെറിഡിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റിക് മെറിഡിയൻ ആണ് ഉദ്ദേശിക്കുന്നത്. മാഗ്നറ്റിക് മെറിഡിയന്റെ അതേ
എന്താണ് ഓറിയന്റേഷനിൽ നമുക്ക് പ്ലെയിൻ ടേബിൾ സെറ്റ് ചെയ്യാൻ പറ്റുന്നു ബിക്കോസ് ഓഫ് ഏതാണ് ഓറിയന്റേഷൻ. അതിനുവേണ്ടിയാണല്ലോ ട്രഫ് കോമ്പസ് ഉപയോഗിച്ചുകൊണ്ട് നോർത്ത് മാർക്ക് ചെയ്യുന്നത്. തീർച്ചയായിട്ടും. ഓക്കെ, അടുത്ത നോക്കിയേ, വാട്ട് ഇസ് എ ഫംഗ്ഷൻ ഓഫ് പ്ലംബിംഗ് ഫോർക്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് അടുത്തൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ നമുക്ക് പറയാൻ പറ്റും അടുത്ത ടോപ്പിക് ഏതാണ്? കമ്പോണൻസ് ഓഫ് പ്ലെയിൻ ടേബിൾ സർവേ. ദിസ് ഈസ് നത്തിങ് ബട്ട് കമ്പോണൻസ് ഓഫ് പ്ലെയിൻ ടേബിൾ സർവേ ആണ് അല്ലെ. നോക്കിയേ, വാട്ട് ഇസ് എ ഫംഗ്ഷൻ ഓഫ് പ്ലംബിംഗ് ഫോർക്ക് എന്ന് വെച്ചാൽ സെന്ററിങ്ങിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ പ്ലെയിൻ ടേബിൾ ഒരു പോയിന്റിനെ ഗ്രൗണ്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ, ഗ്രൗണ്ടിലുള്ള ഒരു പോയിന്റിനെ പ്ലെയിൻ ടേബിളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ. It is used for centering of the plane table, used for leveling, used for orientation, used for sighting. Option A യാതൊരു സംശയവുമില്ല, അതാണ്. കമ്പോണൻസ് ഓഫ് ദ പ്ലെയിൻ ടേബിളിലേക്ക് നമ്മൾ കണ്ണോടിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ കാണാൻ പറ്റും ആദ്യത്തെ കമ്പോണന്റ് പ്ലെയിൻ ടേബിൾ ആണ്. അതിന്റെ സൈസ് ചോദിക്കാറുണ്ട്, എന്താണ്? 750 mm ഡിവൈഡ് ബൈ 600 mm ആണ്. ആൻഡ് ഈസ് ഹാവിംഗ് എ തിക്നെസ് ഓഫ് 20 mm. 3 ടൈപ്പിലുള്ള പ്ലെയിൻ ടേബിൾ കാണപ്പെടാറുണ്ട്. സിമ്പിൾ പ്ലെയിൻ ടേബിൾ, ദാറ്റ് ഈസ് ടേംഡ് ആസ് ട്രാവേഴ്സ് ടേബിൾ. അതാണ് ലാബിൽ നമ്മൾ ഉപയോഗിച്ചത്, ലാബുകളിൽ നമ്മൾ എപ്പോഴും ചെയ്തിട്ടുള്ളത്. Then there is a more accurate Johnson plane table and ഏറ്റവും ഹൈ ആക്യുറസി ഉള്ളത് ഏതാണ്? കോസ്റ്റ് പ്ലെയിൻ ടേബിൾ ആണ്. ഹൈ ആക്യുറസി എന്ന് പറയുമ്പോൾ അതിന്റെ ലെവലിംഗ് എങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റും? യൂസിങ് ലെവലിംഗ് ഫുഡ് സ്ക്രൂ ആണ്. നിങ്ങൾക്കറിയാം ലെവലിംഗ് ഫുഡ് സ്ക്രൂ ആണ് ഇവിടെ ലെവലിംഗിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ആൻഡ് ജോൺസൺ പ്ലെയിൻ ടേബിൾ എന്തുണ്ട്? ബോൾ ആൻഡ് സോക്കറ്റ് അറേഞ്ച്മെന്റ്. ബോൾ ആൻഡ് സോക്കറ്റ് അറേഞ്ച്മെന്റ് ഉണ്ട് ലെവലിംഗിന് വേണ്ടിയിട്ട്. നമ്മുടെ സിമ്പിൾ പ്ലെയിൻ ടേബിൾ എന്താണ്? അഡ്ജസ്റ്റിംഗ് ദ ട്രൈപോഡ് ലെഗ് ആണ് അല്ലെ. ട്രൈപോഡ് ലെഗ്സിനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അവിടെ ലെവലിംഗ് അച്ചീവ് ചെയ്യുന്നത്. സോ ഏറ്റവും ആക്യുറേറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോസ്റ്റ് പ്ലെയിൻ ടേബിൾ ആണ്. രണ്ടാമത്തെ ആക്യുറസി ആർക്കാണ്? ജോൺസൺ പ്ലെയിൻ ടേബിൾ. ലീസ്റ്റ് ആക്യുറേറ്റ് ഏതാണ്? സിമ്പിൾ പ്ലെയിൻ ടേബിൾ ആണ്. രണ്ടാമത്തേത് അലിഡേഡ് ആണ്. അലിഡേഡിനെ കുറിച്ച് നമുക്കറിയാം, സ്ട്രേറ്റ് എഡ്ജ് റൂളർ ആണ്. ഹാവിംഗ് എ ലെങ്ത് ഓഫ് എത്രയാണ്? 400 to 500 mm, വിച്ച് ഇസ് മേഡ് അപ്പ് ഓഫ് വുഡ് ഓർ മെറ്റൽ ആണ്. എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ഫോർ സൈറ്റിംഗ് ദ ഒബ്ജക്റ്റ് ആണ്. And drawing lines on the paper. For citing the object and drawing lines on the paper. രണ്ട് ടൈപ്പ് പ്ലെയിൻ ടേബിൾ ഉണ്ട്. ഫസ്റ്റ് ടൈപ്പ് പ്ലെയിൻ അലിഡേഡ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ബൈസെക്ഷൻ ഓഫ് ഒബ്ജക്ട് ആൻഡ് ഡ്രോയിങ് ലൈൻസ് ഓൺ ദ പേപ്പർ. ഇതാ ഈ കാണുന്ന ഈ സാധനത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലെയിൻ ടേബിളിന്റെ മുകളിൽ അലിഡേഡ് വെച്ചതായി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു. ആൻഡ് ആ അലിഡേഡിന്റെ ഒരു വശം എന്തായിരിക്കും? ചരിഞ്ഞിരിക്കും അല്ലെ, ബിവൾഡ് ആയിരിക്കും ഒരു വശം. ആൻഡ് അതിന്റെ ആ വശത്ത് ഗ്രാജുവേഷൻസ് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ആ വശത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിഡൂഷ്യൽ എഡ്ജ് എന്ന് പറയുന്നത്. ഇതേപോലെയുള്ള രണ്ടാമത്തെ അലിഡേഡ് ആണ് ടെലിസ്കോപ്പിക് അലിഡേഡ് എന്ന് പറയുന്നത്. കുറച്ചും കൂടി ആക്യുറേറ്റ് ആണ്. ഇപ്പൊ നമുക്ക് ഒബ്സർവേഷൻസും ഒബ്ജക്റ്റിനെ നമുക്ക് കാണാൻ വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? വി ക്യാൻ യൂസ് എ ടെലിസ്കോപ്പ് ആണ്. ഇതാ താഴെ നിങ്ങൾക്ക് ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള സ്കെയിൽ കാണാം അല്ലെ. ഈ സ്കെയിൽ ഒരു വശം എന്താണ്? ചരിഞ്ഞിട്ടാണ്. നോക്കിയേ, ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു ചരിവില്ലേ? ഇറ്റ് ഈസ് ബിവൾഡ് ആണ് അല്ലെ. ഇറ്റ് ഈസ് ബിവൾഡ് ആണ്. ദാറ്റ് ഈസ് വൈ that is termed as എന്താണ്? Fiducial edge. So it is more accurate alidate used to measure both horizontal and vertical distance. Vertical distance കണ്ടുപിടിക്കാൻ പറ്റും, vertical angle കണ്ടുപിടിക്കാൻ പറ്റും, horizontal distance ഓൾറെഡി നമ്മൾ കണ്ടുപിടിക്കാറുണ്ട്. അടുത്ത കമ്പോണന്റ് പ്ലംബിംഗ് ഫോർക്ക് ആണ്. ഇപ്പോൾ പറഞ്ഞതുപോലെ യൂസ്ഡ് ഫോർ സെന്ററിംഗ് ആണ്. യൂസ്ഡ് ഫോർ സെന്ററിംഗ് ആണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങളെ പ്ലെയിൻ ടേബിളിലെ ഒരു പോയിന്റിനെ നിങ്ങൾക്ക് ഗ്രൗണ്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം, ഓർ ഗ്രൗണ്ടിലുള്ള ഒരു പോയിന്റിനെ ഈ ഒരു പ്ലംബ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളെ പ്ലെയിൻ ടേബിളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് ഈ പറയുന്ന പോയിന്റുകളെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. പ്ലംബിംഗ് ഫോർക്ക്, അല്ലെങ്കിൽ ഇതിനെ യു ഫോർക്ക് എന്നും പറയാറുണ്ട്. ഓക്കെ, ഓർമ്മകളിലേക്ക് ഓടിയെത്തണം കമ്പൗണ്ടുകളെല്ലാം. അടുത്തത് ട്രഫ് കോമ്പസ് ആണ്. ട്രഫ് കോമ്പസ് ആണ് കാണുന്നത്. നോക്കിയേ, ഇതിന്റെ 30 mm ആണ് ഇതിന്റെ വിഡ്ത്ത്. ദിസ് ഈസ് 80 to 150 ആണ് അതിന്റെ ലെങ്ത്. 80 to 150 mm ആണ് ലെങ്ത്. ട്രഫ് കോമ്പസിന്റെ ഗ്രാജുവേഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം സൂം ചെയ്യാം. ഇതാ 5 ഡിഗ്രി ഇവിടെ കാണുന്നുണ്ട്, ഇവിടെ ഒരു 5 ഡിഗ്രി, ഇവിടെ ഒരു 5 ഡിഗ്രി, നടുക്കായിട്ട് 0 ഡിഗ്രി. എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു ചോദിച്ചാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഓറിയന്റേഷൻ ഓഫ് ദ പ്ലെയിൻ ടേബിൾ ആണ് ട്രഫ് കോമ്പസ്. അടുത്തത് 4ാം ക്ലാസ്സും കുസ്തിയും സ്പിരിറ്റ് ലെവൽ ആണ്. സ്പിരിറ്റ് ലെവൽ, ദാറ്റ് ഈസ് നത്തിങ് ഫോർ ലെവലിംഗ് ഓഫ് ദ പ്ലെയിൻ ടേബിൾ ആണ്. ഇത്രയുമാണ് നമ്മുടെ കമ്പോണൻസ് ഓഫ് ദ പ്ലെയിൻ ടേബിളിൽ നമുക്ക് മെൻഷൻ ചെയ്യാനുള്ളത്. അടുത്ത ചോദ്യം നോക്കിയേ, തിയറികൾ നിങ്ങളുടെ മൈൻഡിലേക്ക് ഓടിപ്പാഞ്ഞെത്തണം. അതാണ് പോയിന്റ്. Alidade is an instrument used to centering of the plane table, observing the object, checking horizontal level, making north direction, centering of the plane table. യാതൊരു സംശയവുമില്ല, ഓപ്ഷൻ എ. അടുത്ത നോക്കിയേ, in setting the plane table at any station, പ്ലെയിൻ ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നടത്തേണ്ട ടെമ്പററി അഡ്ജസ്റ്റ്മെന്റുകളെ കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഏതൊക്കെയാണ് ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്? ആദ്യം ഏതാണ് പ്ലെയിൻ ടേബിളിൽ? ലെവലിംഗ് എന്ന് കാണപ്പെടാറുണ്ട്. രണ്ടാമത്തെ ഏതാണ്? സെന്ററിംഗ് ആണ്. രണ്ടാമത്തേതാണ് ഏത്? സെന്ററിംഗ് എന്ന് അറിയപ്പെടുന്നത്.
മൂന്നാമത്തതായിട്ട് നമുക്ക് എന്ത് കാണാം? ഓറിയന്റേഷൻ എന്ന് കാണാം. മൂന്നാമത്തതായിട്ട് നമുക്ക് ഓറിയന്റേഷൻ എന്ന് കാണാം. മിക്കവാറും ഈ പറയുന്ന 1 and 2 സെപ്പറേറ്റ്ലി അല്ല ചെയ്യാറുള്ളത്. 1 and 2 സൈമൾട്ടേനിയസ്ലി ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്, നിങ്ങൾക്കറിയാം. ഓക്കെ, സോ അങ്ങനെയും ഓപ്ഷൻ ഉണ്ടാവാം. 1, 2, 3 എന്ന സീക്വൻസിലും ഓപ്ഷൻ ഉണ്ടാവാം. രണ്ട് രീതിയിലുള്ള ക്വസ്റ്റ്യൻ നമ്മുടെ കയ്യിലുണ്ട്. In setting up the plane table at any station, leveling is done first. Yes, centering is done first. Both leveling and centering are done simultaneously. Orientation is done first. ഒരു സംശയമില്ല, ഇവിടുത്തെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി, orientation, leveling and orientation leveling and centering are done simultaneously. ക്ലിയർ അല്ലേ? അടുത്ത് നോക്കിയതാ, അപ്പൊ നമ്മൾ പറഞ്ഞത് ഇപ്പൊ പറഞ്ഞു വെച്ചതേ ഉള്ളൂ. ഇത് നോക്കിയേ, ഇതിന്റെ ഓപ്ഷൻ ലേശം വ്യത്യാസമുണ്ട്. Which one of the following represents the correct order of setting up the plane table? ആദ്യം centering, leveling, orientation. Centering, orientation, leveling. Leveling, centering, orientation. Yes, leveling, orientation, centering. ഇപ്പൊ കണ്ടോ, ഓപ്ഷനിൽ ചെറിയ വ്യത്യാസമുണ്ട്. സോ 1, 2, 3 സീക്വൻസ് അറിഞ്ഞിരിക്കുക. സാധാരണഗതിയിൽ ലെവലിംഗ് ആൻഡ് സെന്ററിംഗ് ആർ ഡൺ സൈമൾട്ടേനിയസ്ലി ആണ്. ആദ്യം ലെവലിംഗ് ആണ്. ആദ്യം ഏതാണ്? ലെവലിംഗ് ആണ്. നോക്കിയ ജനറൽ ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ. Which of the following error is most likely to occur in the plane table survey? താഴെ തന്നിരിക്കുന്നവയിൽ സാധ്യതകൾ ഏറെ ഏതാണ്? എറർ ഇൻ സൈറ്റിംഗ്, എറർ ഇൻ ഓറിയന്റേഷൻ, എറർ ഇൻ ലെവലിംഗ്, എറർ ഇൻ മെഷർമെന്റ്. ഏതാണ് കൂടുതലും വരാൻ സാധ്യതകൾ? ഓപ്ഷൻ ബി ആണ്, എറർ ഇൻ ഓറിയന്റേഷൻ. ക്ലിയർ അല്ലേ? കുറച്ച് ക്വസ്റ്റ്യൻസ്, അതിന് ചുറ്റുമുള്ള തിയറികൾ, പോയിന്റുകൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മ വരണം. അടുത്ത ചോദ്യം പറയുമ്പോൾ നമുക്ക് മറ്റൊരു പോർഷനിലേക്ക് കടക്കാൻ പറ്റും. യെസ്, ഏതാ നിങ്ങൾക്ക് ഓൾറെഡി ഐഡിയ ഉണ്ടാവും. The method of plane table surveying suitable for establishing new station at a place in order to locate the missing details. യെസ്, നിങ്ങളോട് മിസ്സായി പോയ സ്റ്റേഷനുകൾ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റണം നിങ്ങൾക്ക്. ഏതാണ്? റേഡിയേഷൻ മെത്തേഡ്, ഇന്റർസെക്ഷൻ മെത്തേഡ്, ട്രാവേഴ്സിംഗ് മെത്തേഡ്. ഇറ്റ് ഈസ് ദ വെരി ഫേമസ് റിസെക്ഷൻ മെത്തേഡ് അല്ലെ? അപ്പോഴാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് മെത്തേഡ് ഓഫ് പ്ലെയിൻ ടേബിൾ സർവേയിൽ 4 എണ്ണം ഉണ്ട്. റേഡിയേഷൻ മെത്തേഡ്, ഇന്റർസെക്ഷൻ മെത്തേഡ്, റിസെക്ഷൻ മെത്തേഡ് ആൻഡ് ട്രാവേഴ്സ് മെത്തേഡ്. എന്താണ് റേഡിയേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ? യെസ്, റേഡിയേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്ലെയിൻ ടേബിൾ ഒരു പോയിന്റിൽ വെച്ചാൽ മതി. ആ പോയിന്റിൽ നിന്നും കാണാൻ പറ്റുന്ന എല്ലാ പോയിന്റിലേക്കും നിങ്ങൾ എന്ത് ചെയ്യുക? റേഡിയലി ലൈൻ വരയ്ക്കുക. ദാറ്റ് ഈസ് റേഡിയേഷൻ മെത്തേഡ്. മോസ്റ്റ് ആക്യുറേറ്റ് മെത്തേഡ് ആണെന്ന് ചോദിച്ചാൽ ഏത് പറയണം? റേഡിയേഷൻ മെത്തേഡ് ആണ് എമംഗ് ദീസ് 4. ഇന്റർസെക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻആക്സസിബിൾ ആയിട്ടുള്ള പോയിന്റുകളെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇന്റർസെക്ഷൻ മെത്തേഡ് ഉപയോഗിക്കുന്നു. യെസ്, ദിസ് ഈസ് ദ മോസ്റ്റ് ആക്യുറേറ്റ് മെത്തേഡ് ആണ് അല്ലെ? നമുക്ക് എല്ലാ പോയിന്റുകളും എന്താണ്? ആക്സസിബിൾ ആണ്. എല്ലാ പോയിന്റുകളും ആക്സസിബിൾ ആണ്. ഇന്റർസെക്ഷൻ മെത്തേഡ് എന്താണ്? ഇൻആക്സസിബിൾ പോയിന്റുകളുടെ ലൊക്കേറ്റിംഗ് ആണ്. റിസെക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, നമ്മൾ പ്ലെയിൻ ടേബിൾ സർവേ നടത്തുമ്പോൾ പല സ്റ്റേഷനുകൾ നമുക്ക് മിസ്സായി പോവാൻ ചാൻസ് ഉണ്ട് അല്ലെ? പല പ്ലെയിൻ ടേബിൾ സ്റ്റേഷനുകളും മിസ്സായി പോവാൻ ചാൻസ് ഉണ്ട്. പ്ലെയിൻ ടേബിൾ നമ്മൾ ഒരു പർട്ടിക്കുലർ സ്റ്റേഷനിൽ വച്ചിട്ടുണ്ട്, ബട്ട് മറ്റു പല സ്റ്റേഷനുകളിൽ പ്ലെയിൻ ടേബിൾ വെച്ചപ്പോൾ നമ്മളുടെ ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് നമ്മൾ ലൊക്കേറ്റ് ചെയ്യാൻ മറന്നുപോയി. ആ ഒരു അവസരത്തിൽ മിസ്സായ സ്റ്റേഷനെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു റിസെക്ഷൻ മെത്തേഡ്. യെസ്, ദെൻ ദർ ഇസ് എ ട്രാവേഴ്സ് മെത്തേഡ്. ട്രാവേഴ്സിനെ പ്ലോട്ട് ചെയ്യാൻ വേണ്ടി പ്ലെയിൻ ടേബിൾ സർവേ കൊണ്ട് നടക്കുന്ന മെത്തേഡ്. നോക്കിയാൽ റിസെക്ഷൻ മെത്തേഡിൽ 2 മെത്തേഡുകൾ വേറെ ഉണ്ട്. 2 point പ്രോബ്ലം ഈസ് ദർ, 3 point പ്രോബ്ലം ഈസ് ദർ. നിങ്ങൾക്ക് മിസ്സായ പോയിന്റിനെ 2 അറിയാവുന്ന പോയിന്റിന്റെ അടിസ്ഥാനത്തിൽ കണ്ടുപിടിക്കുന്നു. ദാറ്റ് ഈസ് ടേംഡ് ആസ് 2 point പ്രോബ്ലം. നിങ്ങൾക്ക് മിസ്സായ പോയിന്റിനെ 3 അറിയാവുന്ന പോയിന്റുകളുടെ അടിസ്ഥാനത്തിൽ കണ്ടുപിടിക്കുന്നു. ദാറ്റ് ഈസ് ടേംഡ് ആസ് 3 point പ്രോബ്ലം. ഇവിടെ ഏതാണ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഏതാണ് ഏറ്റവും ഡിഫിക്കൽട്ട് എന്ന് ചോദിച്ചാൽ, യെസ്, ലെസ് ആക്യുറേറ്റ് എന്ന് ചോദിച്ചാൽ, കുറെ സമയം എടുക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? തീർച്ചയായിട്ടും 2 പോയിന്റിന്റെ അടിസ്ഥാനത്തിൽ കണ്ടുപിടിക്കുന്ന പരിപാടിയാണ്. 2 point പ്രോബ്ലം ഈസ് യൂസ്ഡ് ഫോർ ഇൻആക്സസിബിൾ പോയിന്റ്സ്, ഓക്കെ, വിച്ച് ഈസ് മോർ ഡിഫിക്കൽട്ട് ആണ്, ലെസ് ആക്യുറേറ്റ് ആണ്, ആൻഡ് ഇറ്റ് ഈസ് ടൈം ടേക്കിംഗ് പ്രോസസ് ആസ് കമ്പയർഡ് ടു 3 point പ്രോബ്ലം എന്ന ചോദ്യം റിപ്പീറ്റഡ് ആയി ചോദിക്കാറുണ്ട്. യെസ്, വെരി ഇമ്പോർട്ടന്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. 2 point പ്രോബ്ലം മെനക്കേടാണ്, ലെസ് ആക്യുറേറ്റ് ആണ്, കുറെ സമയം എടുക്കും. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഏതാണ്? ഇൻആക്സസിബിൾ പോയിന്റ് ആണ്. യെസ്, ക്ലിയർ അല്ലേ? മെത്തേഡ് ഓഫ് റിസെക്ഷനിൽ പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന വേറൊരു പോയിന്റ് ഏതാണ്? ബാക്ക് റേ മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അതിപ്പോൾ എക്സാമുകളിൽ നമ്മൾ കാണാറില്ല. എന്തായിരുന്നു ബാക്ക് റേ മെത്തേഡിന്റെ പ്രത്യേകത? അതില് 2 പോയിന്റുകളിൽ ചിലപ്പോൾ രണ്ടും ആക്സസിബിൾ ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് എന്തായിരിക്കാം? ആക്സസിബിളേ ഉണ്ടാവുള്ളൂ. രണ്ടും എന്തായിരിക്കാം? ആക്സസിബിൾ ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നേ എന്തുണ്ടാവുള്ളൂ? ആക്സസിബിൾ ഉണ്ടാവുള്ളൂ. അതായത് മറ്റേത് എന്തായിരിക്കും? ഇൻആക്സസിബിൾ ആയിരിക്കും. ആൻഡ് 3 point പ്രോബ്ലത്തിന്റെ മറ്റു മെത്തേഡുകളാണ്. 3 point പ്രോബ്ലത്തിന്റെ മെത്തേഡുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, മെക്കാനിക്കൽ മെത്തേഡ്, ഓർ ഇറ്റ് ഈസ് ഓൾസോ ടേംഡ് ആസ് ട്രേസിംഗ് പേപ്പർ മെത്തേഡ്,
ഗ്രാഫിക്കൽ മെത്തേഡിനെയാണ് നിങ്ങൾ എന്ത് പറയാ ബെസൽസ് മെത്തേഡ് എന്ന് പറയുന്നത്. ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ദാറ്റ് ഈസ് ടേംഡ് ആസ് ലേമാൻസ് മെത്തേഡ്. ഏതാണ് മോസ്റ്റ് ആക്യുറേറ്റ് എന്ന ചോദ്യം സ്ഥിരം ചോദിക്കാറുണ്ട്. മൂന്നാമത്തെ മെത്തേഡാണ് മോസ്റ്റ് ആക്യുറേറ്റ് മെത്തേഡ്. ആൻഡ് ലീസ്റ്റ് ആക്യുറേറ്റ് ഏതാണ് മെക്കാനിക്കൽ മെത്തേഡാണ്. ആൻഡ് ഏറ്റവും മോസ്റ്റ് കോമൺലി നാട്ടുകാർ കൊണ്ടു നടക്കുന്ന മെത്തേഡ് ഏതാണ്? മോസ്റ്റ് കോമൺലി അഡോപ്റ്റഡ് മെത്തേഡ് ഏതാ ചോദിച്ചാൽ ഗ്രാഫിക്കൽ മെത്തേഡാണ്. ക്ലിയർലേ? അത്തരത്തിലുള്ള പോയിന്റുകൾ അറിഞ്ഞിരിക്കുക. അതാണ് അവിടുത്തെ ചോദ്യം. ഇനി നോക്കിയേ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് കണ്ടക്ടിങ് ദ റിസെക്ഷൻ മെത്തേഡ് ഇൻ ദ പ്ലെയിൻ ടേബിൾ സർവേയിങ്? ആ ഉദ്ദേശം എന്താണ്? മിസ്സായ പോയ പോയിന്റിനെ നമുക്ക് ലൊക്കേറ്റ് ചെയ്യണം. ടു ഡിറ്റർമൈൻ ദ ലൊക്കേഷൻ ഓഫ് ദ ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ, യെസ്. ടു പ്ലോട്ട് ദ ഡീറ്റെയിൽസ്, ടു സർവേ ദ ഹില്ലി റീജിയൻ, ടു സർവേ ദ പ്ലെയിൻ റീജിയൻ അല്ല. ഇൻസ്ട്രുമെന്റ് സ്റ്റേഷനെ നമുക്ക് ഒഴിവായി പോയ ഇൻസ്ട്രുമെന്റ് സ്റ്റേഷനെ ലൊക്കേറ്റ് ചെയ്യുന്ന പരിപാടി ആ പ്രഹസനം. അടുത്ത് നോക്കിയാൽ ഇൻ ദ ഇന്റർസെക്ഷൻ മെത്തേഡ് ഓഫ് ദ പ്ലെയിൻ ടേബിൾ, ഇന്റർസെക്ഷൻ മെത്തേഡിൽ സർവേയിങ് ദ നമ്പർ ഓഫ് സ്റ്റേഷൻ നീഡഡ് ടു ബി സെറ്റപ്പ്. ഇന്റർസെക്ഷൻ മെത്തേഡിൽ നമ്പർ ഓഫ് സ്റ്റേഷൻസ് മിനിമം എത്ര വേണം? നിങ്ങൾ നോക്കിയേ, ഇതൊരു പുഴയാണ് അല്ലെ, ഒരു റിവർ ആണ് ഇത് കാണുന്നത്. ആ റിവറിന്റെ ഇക്കരയിൽ നമുക്ക് എ എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്, ബി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. ആ രണ്ട് പോയിന്റുകളും അടുത്തടുത്ത് കിടക്കുന്നു, ആക്സസിബിൾ പോയിന്റുകളാണ്. നിർഭാഗ്യം എന്ന് പറയട്ടെ, മൂന്നാമത്തെ പോയിന്റ് ആയ സി അക്കരയാണ്, നമുക്ക് അവിടെ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുണ്ട്. ഇത്തരത്തിലുള്ള പോയിന്റുകളെ ഇൻആക്സസിബിൾ പോയിന്റ് എന്ന് പറയുന്നു. അത് കണ്ടുപിടിക്കണമെങ്കിൽ മിനിമം രണ്ട് പോയിന്റ് എങ്കിലും വേണ്ട മിസ്റ്റർ. യെസ്. സോ ഇന്റർസെക്ഷൻ മെത്തേഡിൽ അറിയാത്ത പോയിന്റിനെ ലൊക്കേറ്റ് ചെയ്യാൻ രണ്ട് പോയിന്റുകൾ വേണം എന്ന ഉത്തരമാണ് ഈ ഒരു അവസരത്തിൽ നമുക്ക് പറയാനുള്ളത്. അടുത്ത നോക്കിയേ, 2 point പ്രോബ്ലം ആൻഡ് 3 point പ്രോബ്ലം ആർ മെത്തേഡ്സ് ഓഫ് റിസെക്ഷൻ ആണ്. അതിൽ എന്തൊന്നും കൂടി നടക്കുന്നുണ്ട്? ഓറിയന്റേഷനും കൂടി നടക്കാറുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ടു ലൊക്കേറ്റ് ആൻ ഇലക്ട്രിക് പോൾ നിയർ ദ പ്ലെയിൻ ടേബിൾ സ്റ്റേഷൻ. നമ്മുടെ പ്ലെയിൻ ടേബിൾ സ്റ്റേഷന് തൊട്ടടുത്തായിട്ട് എന്തുണ്ട്? ഒരു ഇലക്ട്രിക് പോൾ ഉണ്ട്. അതായത് പ്ലെയിൻ ടേബിൾ സ്റ്റേഷനിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ട് ഇലക്ട്രിക് പോളിനെ. ദാറ്റ് മീൻസ് നമ്മുടെ പ്ലെയിൻ ടേബിൾ സ്റ്റേഷൻ അങ്ങോട്ട് എന്ത് വരച്ചാൽ മതി? റേഡിയൽ ലൈൻ വരച്ചാൽ മതി. ഓപ്ഷൻ ബി റേഡിയേഷൻ മെത്തേഡ്. ഓപ്ഷൻ ബി ഏതാണ്? റേഡിയേഷൻ മെത്തേഡ്. ഓക്കെ, യെസ്. സോ നോക്കിയേ, ഇതൊക്കെയാണ് നമ്മൾ പ്ലെയിൻ ടേബിളിൽ ഓർക്കേണ്ട തിയറി. ഇത്രയേ ഉള്ളൂ. എന്താണ് പ്ലെയിൻ ടേബിളിന്റെ ഡെഫിനിഷൻ, എന്താണ് പ്ലെയിൻ ടേബിളിന്റെ പ്രിൻസിപ്പിൾ, പ്ലെയിൻ ടേബിളിന്റെ കമ്പോണൻസ്, മെത്തേഡ് ഓഫ് പ്ലെയിൻ ടേബിൾ സർവേ ആൻഡ് ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ് ഇൻ പ്ലെയിൻ ടേബിൾ സർവേ. പ്ലെയിൻ ടേബിൾ അത്രയേ ഉള്ളൂ, ചില്ലറ സാധനം കഴിഞ്ഞു. നെക്സ്റ്റ് ചോദ്യം നോക്കിയേ. കോണ്ടൂറിംഗിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. ഇതാണ് കോണ്ടൂറിന്റെ ഡെഫിനിഷൻ. An imaginary line joining the points of equal elevation on the surface of the earth represents. അത് തന്നെയാണ്, അത് മാത്രമാണ് കോണ്ടൂർ ലൈനിന്റെ ഡെഫിനിഷൻ. ഓപ്ഷൻ സി. ഓക്കെ, കോണ്ടൂർ ഗ്രേഡിയന്റ് അല്ല, കോണ്ടൂർ സർഫസ് അല്ല, ലെവൽ ലൈൻ അല്ല, കോണ്ടൂർ ലൈൻ ആണ്. അപ്പൊ പറയണം എന്താണ് കോണ്ടൂർ ലൈനിന്റെ പ്രോപ്പർട്ടി, എന്തൊക്കെയാണ് അതിന്റെ ഡെഫിനിഷൻ. കോണ്ടൂർ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ലൈൻ ജോയിനിങ് പോയിന്റ് ഓഫ് സെയിം വാല്യൂ ഓഫ് എലിവേഷൻ. എന്ന് വെച്ചാൽ ഇത്തരത്തിൽ 3D ആയി കിടക്കുന്ന ഒബ്ജക്റ്റുകളെ നിങ്ങൾ അടിച്ച് പരത്തി എന്താക്കി മാറ്റുന്നു? 2 dimensional ഒബ്ജക്റ്റ് ആക്കി മാറ്റുന്നു. 3 dimensionally ഉള്ള ഒരു മലയാണ് കാണുന്നത്, കുന്ന് മല. യെസ്, അതിനെ നിങ്ങൾ അടിച്ചു പരത്തുന്നു. നോക്കിയേ, എലിവേഷൻ 40 ആണ് ഏറ്റവും മുകളിൽ, അതിന് തൊട്ട് താഴെ എലിവേഷൻ കുറയും, 30 പിന്നെ 20 പിന്നെ 10. അതിനെ ഒന്ന് അടിച്ചു പരത്തിയേ, അതിനെ നമുക്ക് അടിച്ചു പരത്തിയാൽ ഇതുപോലെ ഉണ്ടാവും. അപ്പൊ കോണ്ടൂർ ലൈനുകൾ നോക്കുമ്പോൾ ക്ലോസ്ഡ് കോണ്ടൂർ ലൈനുകളാണ് ഫോം ചെയ്യപ്പെടുന്നത് അല്ലെ. കോണ്ടൂർ ലൈൻസ് ഓൾവേസ് ഫോംസ് ഇൻ എ ക്ലോസ്ഡ് ലൂപ്സ്. അതിന്റെ ഇൻസൈഡ് ഡയറക്ഷനിൽ ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ എലിവേഷൻ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ ഒരു കോണ്ടൂർ ഇപ്പൊ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? ഇറ്റ് റെപ്രസെന്റ്സ് എ ഹിൽ ആണ്. യെസ്, ഇനി അതല്ല, ഇൻ ദ ഇൻവേർഡ് ഡയറക്ഷൻ ദ എലിവേഷൻ വാല്യൂ ഇസ് ഡിക്രീസിംഗ്, ദെൻ ഇറ്റ് റെപ്രസെന്റ്സ് എ വാലി അല്ലെങ്കിൽ ഡിപ്രഷൻ അല്ലെങ്കിൽ സാഗിംഗ് ആണ് അല്ലെ. അത്തരത്തിലുള്ള ഒരുപാട് പ്രോപ്പർട്ടികൾ നോക്കിയേ. യെസ്, കോണ്ടൂർ ലൈൻസ് ഓൾവേസ് ഫോംസ് ഇൻ എ ക്ലോസ്ഡ് ലൂപ്പ്. Contour lines always forms in a closed loop, and if the elevation value increases in the inward direction represents a hill, and if the elevation value decreases in the inward direction it represents a valley or sag. നേരത്തെ പറഞ്ഞതുപോലെ contour lines always forms in a closed loop. പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ സ്ഥിരം ചോദ്യമാണ്, ഇനിയും ചോദിക്കും. They never intersect with each other except in the case of vertical cliff and overhanging cliff. യെസ്, വരച്ച് കാണിച്ചിട്ടുണ്ട് നമ്മൾ എല്ലാ പോയിന്റുകളും കോണ്ടൂർ ലൈനുകളും. ഈ പറയുന്ന വെർട്ടിക്കൽ ക്ലിഫ് ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യും? കോണ്ടൂർ ലൈനുകൾ ഇന്റർസെക്ട് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യും? മീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ആ ക്വസ്റ്റ്യനിൽ വരുന്ന ടേമുകൾ ഇതാണ്. യെസ്, കോണ്ടൂർ ലൈനുകൾ യുണൈറ്റ് ചെയ്യുന്നു, കോണ്ടൂർ ലൈനുകൾ കോയിൻസൈഡ് ചെയ്യുന്നു, ഓർ കോണ്ടൂർ ലൈൻസ് ആർ റൺസ് ഇൻ ടു ഈച്ച് അതർ. കോണ്ടൂർ ലൈൻസ് റൺസ് ഇൻ ടു ഈച്ച് അതർ എന്നൊക്കെ പറഞ്ഞാൽ യെസ്, വെർട്ടിക്കൽ ക്ലിഫ് എന്ന് ഓർമ്മ വരണം. ഇനി അതല്ല,
കോണ്ടൂർ ലൈൻസ് ക്രോസിംഗ് ഓർ ഇന്റർസെക്ടിങ് എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ യെസ്, അത് എങ്ങോട്ടാണ് ആൻസർ ചെയ്യേണ്ടത്? ഓവർ ഹാങ്ങിങ് ക്ലിഫിലേക്ക് നമ്മുടെ ആൻസർ പോകണമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഓർക്കണം, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞതാണ്. യെസ്, അടുത്ത പ്രോപ്പർട്ടി നോക്കിയേ. ഈ പറയുന്ന റിഡ്ജ് ലൈനിനും വാലി ലൈനിനും കോണ്ടൂർ ലൈനുകൾ എപ്പോഴും എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. ഈ പറയുന്ന കോണ്ടൂർ ലൈനുകൾ വളരെ അകന്നാണ് കിടക്കുന്നതെങ്കിൽ മൈൽഡ് സ്ലോപ്പിനെ അല്ലെങ്കിൽ ജെന്റൽ സ്ലോപ്പിനെ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് സ്ലോപ്പിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി അതല്ല, വളരെ ക്ലോസ്ലി സ്പേസ്ഡ് നമ്മുടെ കോണ്ടൂർ ലൈനുകൾ ആണെങ്കിൽ ഇറ്റ് റെപ്രസെന്റ്സ് എ സ്റ്റീപ്പ് സ്ലോപ്പ്. ഈക്വലി സ്പേസ്ഡ് ആണ് അല്ലെങ്കിൽ എന്ത് പറയാം? ഓർ പാരലൽ കോണ്ടൂർസ് ആണെങ്കിൽ യെസ്, അത് യൂണിഫോം സ്ലോപ്പിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് നമുക്കറിയാം. നോക്കിയേ, പാരലൽ എന്ന് പറയുമ്പോൾ ഞെട്ടരുത്. ഇത്രയും കാലം നമ്മൾ മലയും കുന്നും വാലിയും ഒക്കെയാണ് പറഞ്ഞത്. ഇപ്പോൾ നോക്കൂ, ചരിഞ്ഞു കിടക്കുന്ന ഒരു പ്ലെയിൻ സർഫസ് ആണ്. ഒരിക്കലും എന്തല്ല, പ്ലെയിൻ സർഫസ് ഹൊറിസോണ്ടൽ അല്ല, ഇൻക്ലൈൻഡ് പ്ലെയിൻ സർഫസ് ആണ്. യെസ്, ചോദ്യങ്ങൾ ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇൻക്ലൈൻഡ് പ്ലെയിൻ സർഫസിന്റെ കോണ്ടൂർ ലൈൻ നിങ്ങൾ വരച്ചാൽ ഈക്വലി സ്പേസ്ഡ് ആയിട്ടുള്ള സ്ട്രേറ്റ് ലൈൻ ആണ് കാണപ്പെടുന്നത്, അല്ലെ? എ കോണ്ടൂർ മാപ്പ് ഇൻഡിക്കേറ്റിംഗ് കോണ്ടൂർ ലൈൻസ് ദാറ്റ് ആർ സ്ട്രേറ്റ് ഈക്വലി സ്പേസ്ഡ് ഇൻഡിക്കേറ്റ് എ പ്ലെയിൻ സർഫസ്. അതും ഇൻക്ലൈൻഡ് പ്ലെയിൻ സർഫസ്, ഹൊറിസോണ്ടൽ പ്ലെയിൻ സർഫസ് അല്ല. ക്ലിയർ അല്ലേ പോയിന്റ്? ഓക്കെ, നോക്കിയേ, ചോദ്യങ്ങൾ നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് ഫോർ കോണ്ടൂർ മാപ്പ്? ശരിയായത് ഏതാ എന്നാണ് ചോദ്യം. പാരലൽ കോണ്ടൂർ ഷോസ് യൂണിഫോം സ്ലോപ്പ്, ശരിയല്ലേ? ശരിയാണ്. വെരി ക്ലോസ് ടു കോണ്ടൂർ ഷോസ് സ്റ്റീപ്പ് സ്ലോപ്പ്, ശരിയല്ലേ? ശരിയാണ്. വെരി ക്ലോസ് ടു കോണ്ടൂർ ഷോസ് ഫ്ലാറ്റ് ഏരിയ, ഒരിക്കലും അല്ല, കബിനൈ. നോക്കിയേ, ടു കോണ്ടൂർസ് അറ്റ് ഡിഫറെന്റ് എലിവേഷൻ കട്ട് അറ്റ് റൈറ്റ് ആംഗിൾ, ഓ നെവർ. അതെന്താപ്പോ? സോ ഒന്നും രണ്ടും മാത്രമേ ശരിയായി കാണപ്പെടുന്നുള്ളൂ. ഹെൻസ് ആൻസർ ഓപ്ഷൻ ബി. അടുത്ത നോക്കിയ ടീമേ, വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് കോണ്ടൂർ ആൻഡ് റിഡ്ജ് ലൈൻ? 4ാം ക്ലാസ്സും കുസ്തിയും. ഓപ്ഷൻ ബി 90 ഡിഗ്രി. യെസ്, ഈ സാധനം മഹാപോളിയാണ്, ഇമ്പോർട്ടന്റ് ആണ്. ഈ ടേബിൾ പഠിക്കാൻ നമ്മൾ ഒരു കണ്ണ് ചോറില്ലാതെ ചളി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. യെസ്, എന്താണ് കോണ്ടൂർ ഇന്റർവെൽ ഫോർ എ ബിൽഡിംഗ് സൈറ്റ്? നോർമലി ഇന്റർവെലിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് കോണ്ടൂർ ഇന്റർവെൽ എന്ന് അറിയണം, എന്താണ് ഹൊറിസോണ്ടൽ ഇക്വാലന്റ് എന്ന് അറിയണം, അവരുടെ പ്രോപ്പർട്ടികൾ അറിയണം. ഇതാ കിടക്കുന്നു അതിലേക്ക്. എന്താണ് കോണ്ടൂർ ഇന്റർവെൽ? ഇറ്റ് ഈസ് എ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കോൺസിക്യൂട്ടീവ് കോണ്ടൂർസ് ഫോർ എ ഗിവൺ മാപ്പ്. എപ്പോഴും കോണ്ടൂർ ഇന്റർവെൽ എന്താവണം? കോൺസ്റ്റന്റ് ആയിരിക്കണം. ആൻഡ് കോണ്ടൂർ ഇന്റർവെൽ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്കെയിൽ ഓഫ് ദ മാപ്പ്. മറ്റു കാര്യങ്ങൾ പറയൂ. നിങ്ങൾക്കറിയാം, ഒന്ന് സ്കെയിൽ ഓഫ് ദ മാപ്പ് ആണ്, 2 പർപ്പസ് ഓഫ് ദ മാപ്പ് ആണ്. പർപ്പസ് ഓഫ് ദ മാപ്പിനും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. 3 കോസ്റ്റ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് മാപ്പിനും എന്താണ്? ഈ പറയുന്ന സാധനം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് എന്ന കാര്യം മനസ്സിലാക്കുക. യെസ്, നമുക്കറിയാം ഈ ടേബിൾ സ്റ്റാൻഡേർഡ് വാല്യൂ ഓഫ് കോണ്ടൂർ ഇന്റർവെൽ ഫോർ ഡിഫറെന്റ് കൺസ്ട്രക്ഷൻ ഓർക്കാനുള്ള കണ്ണിച്ചോറില്ലാത്ത ചളി നമ്മൾ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. 2ന്റെയും 5ന്റെയും പരിപാടിയാണ്, അല്ലെ? 0.2 തുടങ്ങിയാൽ അതിന്റെ അടുത്ത വാല്യൂ എത്രയാണ്? 0.5 ആണ്. യെസ്, നോക്കിയേ, കുറെ ബിൽഡിങ്ങുകൾ കൂടി ചേരുമ്പോഴേ ഒരു ടൗൺ ആയി മാറുള്ളൂ. ആ ടൗണിലേക്ക് പോകാൻ വഴി വേണം, അവിടേക്ക് നിങ്ങൾക്ക് ഹൈവേയോ റെയിൽവേയോ കൊടുക്കാം. ഇങ്ങനെ ബിൽഡിങ്ങും ടൗണും ഹൈവേ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ആ ലൊക്കേഷൻ പൊളിയായിരിക്കണം, എന്നാൽ മാത്രമേ ജനങ്ങൾ അവിടേക്ക് ഓടിയെത്തുള്ളൂ. ഈ പറയുന്ന എല്ലാ സാധനവും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എവിടെയാണ്? സോയിലിന്റെ മുകളിലാണ്, അതായത് ജിയോളജിക്കൽ സർവേ എന്ന് ഓർക്കാം. ഓക്കെ, നോക്കിയേ, 0.2 to 0.5 മീറ്റർ, 0.5 to 2 മീറ്റർ, വെറും 2 മീറ്റർ, 2 to 3 മീറ്റർ. എല്ലാരിൽ നിന്നും വ്യത്യസ്തനായി നിൽക്കുന്നു. 6 മുതൽ 15 മീറ്റർ വ്യത്യസ്തനാണ്, അതുകൊണ്ട് അത് ഓർക്കാം. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും എന്ന് ഞാൻ ഓർക്കുകയാണ്. രണ്ടാമത്തെ പൊസിഷനിലായിട്ടാണ്, രണ്ടാമത്തെ പൊസിഷനിൽ 6 ഉണ്ട്, റിസർവോയറിലും 6 ഉണ്ട്. അപ്പോ റിസർവോയർ എവിടെ എഴുതണം? റിസർവോയർ രണ്ടാമത്തെ പൊസിഷനിൽ എഴുതണം. ദാറ്റ് ഈസ് കോണ്ടൂർ ഇന്റർവെൽ വാല്യൂ ഈസ് 0.5 to 2 മീറ്റർ എന്ന് നമ്മൾ ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ അവസരത്തിൽ ഓർക്കുക, ഹൊറിസോണ്ടൽ ഇക്വാലന്റിനെ കോണ്ടൂർ ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കോൺസിക്യൂട്ടീവ് കോണ്ടൂർ ആണെങ്കിൽ, ഹൊറിസോണ്ടൽ ഇക്വാലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കോൺസിക്യൂട്ടീവ് കോണ്ടൂർ ആണ്. ഇറ്റ് ഈസ് എ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കോൺസിക്യൂട്ടീവ് കോണ്ടൂർ. ഫോർ എ സ്റ്റീപ്പ് സ്ലോപ്പ് എന്തായിരിക്കും? ഹൊറിസോണ്ടൽ ഇക്വാലന്റ് ലെസ് ആയിരിക്കും. ഫോർ എ ഫ്ലാറ്റ് സ്ലോപ്പ് ഹൊറിസോണ്ടൽ ഇക്വാലന്റ് ഈസ് വൈഡ് ആണ്, അല്ലെ? നമുക്കറിയാം. യെസ്, വളരെ ക്ലോസ് ആയിട്ടുള്ള കോണ്ടൂർ മാപ്പാണിത്. വളരെ വൈഡ് ആയിട്ടുള്ള കോണ്ടൂർ മാപ്പാണിത്. ഇവിടെ ഹൊറിസോണ്ടൽ ഇക്വാലന്റ് വളരെ കൂടുതലാണ്, ഇവിടെ എന്താണ്? ഹൊറിസോണ്ടൽ ഇക്വാലന്റ് കുറവാണ്. യെസ്, ഒരു പോയിന്റ് അഡീഷണലി നോട്ട് ചെയ്യുക. ഇൻ കേസ് ഓഫ് വെർട്ടിക്കൽ ക്ലിഫ് ഹൊറിസോണ്ടൽ ഇക്വാലന്റ് ഈസ് 0. യെസ്, വെർട്ടിക്കൽ ക്ലിഫിൽ ഹൊറിസോണ്ടൽ ഇക്വാലന്റ് 0 ആണ്.
അങ്ങനെയാണെങ്കിൽ ചോദ്യത്തിലേക്ക് തിരിച്ചു വരികയാണ്. ദ കോണ്ടൂർ ഇന്റർവൽ ഫോർ എ ബിൽഡിംഗ് ഈസ്, ബിൽഡിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, ആദ്യം ബിൽഡിംഗ്, കുറെ ബിൽഡിംഗ് കൂടി ചേരുമ്പോൾ ടൗൺ ഉണ്ടാകുന്നു. അങ്ങോട്ട് പോകാൻ വഴി വേണം. അതായത് അടുത്ത പോയിന്റ് എന്താണ്? ഹൈവേ ഓർ റെയിൽവേ. ഇങ്ങനെ ബിൽഡിങ്ങും ടൗണും റോഡും ഒന്നും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ലൊക്കേഷൻ പൊളിയായിരിക്കണം, എന്നാലേ ആളുകൾ എത്തുള്ളൂ. സോ ലൊക്കേഷൻ സർവേ. ഈ സാധനങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് സോയിലിന്റെ മുകളിലാണ്. ഹെൻസ് വി ക്യാൻ റിമെമ്പർ ജിയോളജിക്കൽ സർവേ. രണ്ടാമത്തെ പോയിന്റ് ആയിട്ടാണ് റിസർവോയർ വരുന്നത്. രണ്ടാമത്തെ എന്നതിലും റിസർവോയറിലും 6 ഉണ്ട്. കണ്ണ് ചോരല്ലാതെ ചളിയാണെന്ന് അറിയാം, ബട്ട് ഓർക്കാൻ അത് എഫക്റ്റീവ് ആണ്. അപ്പൊ ബിൽഡിംഗ് ഏതായിരുന്നു? ആദ്യത്തെ വാല്യൂ 0.22, 0.5 മീറ്റർ ആണ്. ഇതാ കാണൂ കാലമേ കൺ തുറന്ന്. ഇതാ ഓപ്ഷൻ എ. ക്ലിയർ? യെസ്. ആൻഡ് നമ്മൾ പറഞ്ഞു കോണ്ടൂർ ഇന്റർവൽ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്കെയിൽ ഓഫ് ദ മാപ്പ്, കോസ്റ്റ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് മാപ്പ് ആൻഡ് പർപ്പസ് ഓഫ് ദ മാപ്പ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഇത് എനിക്ക് ഓർമ്മയുണ്ട്. അടുത്ത ചോദ്യം നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ് എന്നാണ് ചോദ്യം. തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാ എന്നാണ് ചോദ്യം. കോണ്ടൂർ ഇന്റർവൽ ഓഫ് എ മാപ്പ് ക്യാൻ വേരി. ഓക്കെ, ബാക്കി വായിച്ചു നോക്കാം, എന്നിട്ട് തീരുമാനിക്കാം. കോണ്ടൂർ ലൈൻസ് ക്രോസ് എ റിഡ്ജ് ലൈൻ അറ്റ് റൈറ്റ് ആംഗിൾ. ശരിയല്ലേ? അത് ശരിയാണ്. ദ കോണ്ടൂർ ലൈൻസ് ആർ ക്ലോസ്ഡ് കർവ്. തീർച്ചയായും ദേ ഓൾവേസ് ഫോംസ് ഇൻ എ ക്ലോസ്ഡ് ലൂപ്പ്. അടുത്ത് നോക്കിയാൽ ഇൻ സ്റ്റീപ്പ് സ്ലോപ്പ് സ്പേസിംഗ് ഓഫ് ദ കോണ്ടൂർ ഈസ് സ്മോൾ. ശരിയാണ്. ഓപ്ഷൻ എ മാത്രമേ തെറ്റുള്ളൂ. തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാ എന്നാണ് ചോദ്യം, അല്ലേ? അതെ. നെക്സ്റ്റ് നോക്കിയാൽ മാച്ച് ദ ഫോളോയിങ്. ഇത് 4ാം ക്ലാസ്സും ഗുസ്തി കേട്ടോ. മാച്ച് ദ ഫോളോയിങ്. വെർട്ടിക്കൽ ക്ലിഫ്. ആദ്യം നമുക്ക് ഈ ഡയലോഗുകൾ വായിക്കാം. കോണ്ടൂർ ലൈൻസ് ഓഫ് ഡിഫറെന്റ് എലിവേഷൻ യുണൈറ്റ് ടു ഫോം വൺ ലൈൻ. യെസ്, കോണ്ടൂർ ലൈൻസ് ഓഫ് യുണൈറ്റ് എന്ന് കണ്ടാൽ തിളക്കണം ചോര ഞരമ്പുകളിൽ, അല്ലെ? യുണൈറ്റ് എന്ന് കണ്ടാൽ തിളക്കണം ചോര ഞരമ്പുകളിൽ. സോ ഇതേതാ വരിക? സോ A for 1 ആണ്. അടുത്ത് നോക്കിയേ, കോണ്ടൂർ ലൈൻസ് ഓഫ് ഡിഫറെന്റ് എലിവേഷൻ ക്രോസസ് വൺ അനദർ. യെസ്, ക്രോസസ് വൺ അനദർ കേട്ടാൽ ഏതാണ്? D42 ആണ്. D42. A for 1, D42. യെസ്. അടുത്ത വായിച്ചേ, കോണ്ടൂർ ലൈൻസ് ആർ ക്ലോസ്ലി സ്പേസ്ഡ് എന്ന് വെച്ചാൽ ഏതാ വരിക? സ്റ്റീപ്പ് സ്ലോപ്പ്, അതായത് B43. ആ, അപ്പൊ എന്തായിരിക്കും? ക്ലോസ് ടു കോണ്ടൂർ ലൈൻസ് വിത്ത് ഹയർ വാല്യൂ ഇൻസൈഡ് ഹില്ലാണ്. സോ C44 ആണ് വരിക. C44. സോ 1342 കാണാൻ പറ്റും നമുക്ക്. ഓപ്ഷൻ ബി. ആ, കാണുന്നില്ലേ? കാണുന്നുണ്ട്. യെസ്. അടുത്ത പോയിന്റ് നോക്കിയേ. വിച്ച് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് കോണ്ടൂർ മാപ്പ് ആണ്. അതായത് മെത്തേഡ് ഓഫ് കോണ്ടൂറിംഗ് എന്ന് പറയുന്ന സാധ്യതയിലേക്ക് നമുക്ക് കണ്ണോടിക്കാൻ പറ്റും. ഫോർ റൂട്ട് സർവേ ആണ്. യെസ്. തിയറികളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും there are many methods of contouring. ഡയറക്റ്റ് മെത്തേഡ് ഉണ്ട്, പിന്നെ എന്തുണ്ട്? വി ആർ ഹാവിംഗ് ഇൻഡയറക്റ്റ് മെത്തേഡ് ആണ്. ഇവിടെ വ്യത്യാസം എന്താണ്? ഡയറക്റ്റ് മെത്തേഡ് സ്മോൾ ഏരിയക്ക് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ് നമുക്കറിയാം. നമ്മൾ വരച്ച് കാണിച്ചിട്ടുണ്ട് ഡയറക്റ്റ് മെത്തേഡിന്റെ ഓരോ സ്റ്റെപ്പുകളും. വലിയ ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. കുറെ സമയമെടുക്കും, കുറെ കാശ് ചെലവുണ്ട്. ചെറിയ ഏരിയക്ക് വേണ്ടി മാത്രമേ പറ്റുള്ളൂ. ബട്ട് ആക്യുറസി കൂടുതലാണ്. ഇറ്റ് ഈസ് suitable for small area, not suitable for hilly area. This method is more accurate, yes, as the points are located directly. Okay, ഡയറക്റ്റ് മെത്തേഡിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഇവിടെ ഒരു സബ് മെത്തേഡാണ് ഇത്. റേഡിയൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് മെത്തേഡിൽ ഒരു റേഡിയൽ മെത്തേഡ് ഉണ്ട്. എന്താണെന്ന് അതിന്റെ എക്സ്പ്ലനേഷൻ നമ്മൾ ചോദ്യത്തിലൂടെ പറയുന്നതായിരിക്കും. അറിഞ്ഞിരിക്കുക. ഡയറക്റ്റ് ഓർമ്മ ഉണ്ടാവും നിങ്ങൾക്ക്. ഡയറക്റ്റ് മെത്തേഡിൽ ഒരു റേഡിയൽ മെത്തേഡ് ഉണ്ട്. പിന്നീടുള്ളത് ഇൻഡയറക്റ്റ് മെത്തേഡ് ആണ്, ഓർ ദാറ്റ് ഈസ് ഓൾസോ ടേംഡ് ആസ് കോണ്ടൂറിംഗ് ബൈ സ്പോട്ട് ലെവൽ. അതിൽ 3 മെത്തേഡുകൾ വേറെ ഉണ്ട്. ഗ്രിഡ് മെത്തേഡ്, സ്ക്വയർ മെത്തേഡ്, ഓർ ദാറ്റ് ഈസ് ഓൾസോ ടേംഡ് ആസ് കോഓർഡിനേറ്റ് മെത്തേഡ്. എന്ന് വെച്ചാൽ കിട്ടിയ മൊത്തം ഏരിയയെ നമ്മൾ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ആക്കി മാറ്റുന്നു. ഓഫ് സൈസ് എത്രയാണ്? 5 to 20 മീറ്റർ. എന്നിട്ട് എല്ലാ ഇന്റർസെക്ഷൻ പോയിന്റുകളുടെയും, അതായത് ഗ്രിഡ് പോയിന്റുകളുടെയും നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ എലിവേഷൻ മാത്രം കണ്ടുപിടിക്കുന്നു. നമ്മൾ ഡയറക്റ്റ് മെത്തേഡിലെ പോലെ എല്ലാ പോയിന്റുകളുടെയും എലിവേഷൻ കണ്ടുപിടിക്കേണ്ട. ഈ പറയുന്ന ഗ്രിഡ് പോയിന്റിന്റെ മാത്രം, അല്ലെങ്കിൽ ഇന്റർസെക്ഷൻ പോയിന്റുകളുടെ മാത്രം എലിവേഷൻ കണ്ടുപിടിക്കുക. അതിൽ നിന്നും നമ്മളൊരു അപ്രോക്സിമേറ്റ് കോണ്ടൂർ ലൈനുകൾ വരയ്ക്കുന്നു. അതായത് ഇന്റർപൊളേറ്റ് ചെയ്തിട്ടാണ് അവിടെ കോണ്ടൂർ ലൈനുകൾ ചെയ്യുന്നത്, അല്ലെ? എസ്റ്റിമേഷൻ മെത്തേഡ് ഓഫ് ഇന്റർപൊളേഷൻ ആണ് അവിടെ സാധ്യമാകുന്നതെന്നും നിങ്ങൾക്ക് ഈ ഒരു അവസരത്തിൽ ഓർമ്മ ഉണ്ടാവും. ഈ പറയുന്ന മെത്തേഡിന്റെ ആക്യുറസി കൂട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? സ്ക്വയറിന്റെ സൈസ് കുറച്ചാൽ മതി. എത്രയാണ് സൈസ് ഓഫ് ദ സ്ക്വയർ? സാധാരണഗതിയിൽ കാണപ്പെടുന്നത് 5 to 20 മീറ്റർ ആണ്. അടുത്ത മെത്തേഡ് ക്രോസ് സെക്ഷൻ മെത്തേഡ്, ഓർ ഇറ്റ് ഈസ് ഓൾസോ ടേംഡ് ആസ് പ്രൊഫൈൽ മെത്തേഡ്. പ്രൊഫൈൽ മെത്തേഡ്. നിങ്ങളുടെ റോഡ്, നീണ്ടു കിടക്കുന്ന റോഡ്, കനാല്,
റെയിൽവേ ട്രാക്ക് അത്തരത്തിൽ നീണ്ടു പരന്ന് കിടക്കുന്ന ടീംസിനെ കുറിച്ചുള്ള കോണ്ടൂറിംഗ് ആണ് ഈ മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദിസ് മെത്തേഡ് ഈസ് suitable for determining contour along a fixed route such as canal, railway, highway. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്തതാണ് റേഡിയൽ ലൈൻ മെത്തേഡ് ഓർ ടാക്യോമെട്രിക് മെത്തേഡ്. നോക്കിയേ, ഇൻഡയറക്ട് മെത്തേഡിലും എന്തുണ്ട്? റേഡിയൽ ലൈൻ മെത്തേഡ് ഉണ്ട്, വിച്ച് ഇസ് ഓൾസോ ടേംഡ് ആസ് ടാക്യോമെട്രിക് മെത്തേഡ് ആണ്. ഈ പറയുന്ന റേഡിയൽ ലൈൻ മെത്തേഡ് നിങ്ങൾ ആൻസർ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ആ പ്ലോട്ട് അല്ലെങ്കിൽ ആ ഒരു പറമ്പ് അല്ലെങ്കിൽ ആ ഒരു ഏരിയ ഒരു ഹില്ലി ഏരിയ ആയിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾ ഈ പറയുന്ന റേഡിയൽ ലൈൻ മെത്തേഡ് എന്ന ആൻസർ ചെയ്യാവുള്ളൂ. ഓർ ടാക്യോമെട്രിക് മെത്തേഡ് എന്ന ഓപ്ഷൻ ഉണ്ടാവും. എന്താ ഇവിടെ ചെയ്യുന്നത്? യെസ്, ഏറ്റവും ഹയസ്റ്റ് പോയിന്റിൽ നിന്നും ഒരുപാട് റേഡിയൽ ലൈനുകൾ എന്ത് ചെയ്യാണ്? നമ്മൾ ഡ്രോപ്പ് ചെയ്യാണ്. എന്നിട്ട് ആ റേഡിയൽ ലൈനുകളിൽ നമ്മൾ എലിവേഷൻസ് മാർക്ക് ചെയ്തുകൊണ്ട് അവിടെയും ഇന്റർപോളേഷൻ ഓഫ് കോണ്ടൂർ ആണ് നമ്മൾ ചെയ്യുന്നത്, അല്ലെ? So this method is particularly used for contouring of small hilly terrain areas where radial lines are drawn from the peak to cover the entire area. ഈ പറയുന്ന മെത്തേഡിന്റെ ആക്യുറസി ഇൻക്രീസ് ചെയ്യണമെങ്കിലോ കൂടുതൽ നമ്പർ ഓഫ് റേഡിയൽ ലൈൻസ് വരച്ചാൽ മതി. അല്ലെങ്കിൽ എന്ത് പറയാം അതിനെ? ലെസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ റേഡിയൽ ലൈൻസ് മോർ ഇസ് ദ ആക്യുറസി എന്ന കാര്യങ്ങൾ വരച്ച് വ്യക്തമാക്കി സ്പഷ്ടമാക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ. നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് നൽകാൻ കഴിയും. എവിടെ ചോദ്യം? എവിടെ? ഇതാ. വിച്ച് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് കോണ്ടൂർ മാപ്പ് ഫോർ എ റൂട്ട് സർവേ? ഏതാണ്? മെത്തേഡ് ഓഫ് സ്ക്വയേഴ്സ്, മെത്തേഡ് ഓഫ് ട്രേസ് കോണ്ടൂർ, മെത്തേഡ് ഓഫ് ക്രോസ് പ്രൊഫൈൽ. യെസ്, ഇൻഡയറക്ട് മെത്തേഡ് ഓഫ് കോണ്ടൂറിംഗ്. ഓപ്ഷൻ സി ആണ് കാണുന്നത്, ഏറ്റവും അടുത്ത് കിടക്കുന്ന ഓപ്ഷൻ. അതിന് ഫർദർ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇതാ, ഈ രണ്ട് ക്വസ്റ്റ്യനും ഒന്ന് തന്നെയാണ്. ഓക്കെ, ഈ രണ്ട് ചോദ്യവും ഒന്ന് തന്നെയാണ്. ചോദ്യം വായിക്കാം നമുക്ക്. Which of the following is a type of contouring method that can be effectively used in hilly കണ്ടോ hilly terrain? അതേപോലെ which method of contouring is most suitable for വീണ്ടും എന്താണ്? hilly terrain എന്ന് കണ്ടാൽ റേഡിയൽ ലൈൻ മെത്തേഡ് ആണ്, അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേര് ടാക്യോമെട്രിക് മെത്തേഡ്. ക്ലിയർ അല്ലേ? ഇനി അതല്ല, നോക്കിയേ, ഹില്ല് എന്ന് പറയുന്ന ടേം ക്വസ്റ്റ്യൻ ഇല്ലാന്ന് വെച്ചോ. ഇതാ നോക്കൂ, കാലമേ കൺ തുറന്നു നോക്കൂ, ശ്രദ്ധിക്കുക. Which method is used for locating contour point along the radial line from a common point at the center എന്നേ ഉള്ളൂ. ഈ ഒരു ചോദ്യത്തിൽ ഡയലോഗിൽ എന്തില്ല? ഹിൽ എന്ന് പറയുന്ന ടേം ഇല്ല. സോ ഇത് ആക്ച്വലി എന്താണ്? ഡയറക്ട് മെത്തേഡ് എന്ന് പറയുന്ന മെത്തേഡിലെ റേഡിയൽ ലൈൻ മെത്തേഡിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഡയറക്ട് മെത്തേഡിലും ഉണ്ട് റേഡിയൽ ലൈൻ മെത്തേഡ്, ഇൻഡയറക്ട് മെത്തേഡിലും ഉണ്ട് റേഡിയൽ ലൈൻ മെത്തേഡ്. ഇൻഡയറക്ട് മെത്തേഡിലെ റേഡിയൽ ലൈൻ മെത്തേഡിനെ ടാക്യോമെട്രിക് മെത്തേഡ് എന്ന് പറയാറുണ്ട്. ഇവിടെ ഹിൽ എന്ന് പറയുന്ന ടേം ഇല്ല, അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, യെസ്. ഇത് നോക്കിയേ, മെത്തേഡ് ഓഫ് കോണ്ടൂറിംഗിലെ അടുത്ത ചോദ്യം. വിച്ച് മെത്തേഡ് ഓഫ് കോണ്ടൂർ ഈസ് വെരി സ്ലോ ആൻഡ് ഗിവ്സ് ആക്യുറേറ്റ് റിസൾട്ട് തരുന്നതും വളരെ സ്ലോ ആയിട്ടുള്ള മെത്തേഡ് ഏതാണ്? ഡയറക്ട് മെത്തേഡാണ്. യെസ്, ഭയങ്കര സ്ലോ ആണ്. എന്തുകൊണ്ടാണ് സ്ലോ എന്ന് നിങ്ങൾക്ക് അറിയാം. നമ്മൾ ആ പറമ്പിലെ കോണ്ടൂർ മാപ്പ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ആ പ്രദേശത്തിന്റെ ഓരോ ചെറിയ പോയിന്റിലും പോയിട്ട് നമ്മൾ ഓരോരുത്തരും മണ്ണിലിറങ്ങി ഓരോ പോയിന്റിന്റെയും എലിവേഷൻ നമ്മൾ കണ്ടുപിടിക്കേണ്ട അവസ്ഥയായിരുന്നു. അവിടെ മെനക്കേടാണ്, കുറെ ആൾക്കാർ വേണം, നല്ല ചെലവാണ്, സ്ലോ ആണ്, ബട്ട് ആക്യുറേറ്റ് ആയിരിക്കും. നമുക്കറിയാം, നമ്മൾ അതിന്റെ പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടുണ്ട്. യെസ്, നമ്മൾ മനസ്സിലാക്കിയതാണ്. A method usually adopted to contour of rough mountainous region, അതായത് ഹില്ലി റീജിയൻ. ഏതാണ്? ചെയിൻ ആൻഡ് കോമ്പസ്, ചെയിൻ ലെവൽ, ടാക്യോമെട്രി ആൻഡ് പ്ലെയിൻ ടേബിൾ ആണ്. യെസ്, ഏതാ പറയണ്ടേ? ടാക്യോമെട്രിക് സർവേ, ഓപ്ഷൻ സി. ക്ലിയർ അല്ലേ? കാരണം എന്താണ്? ഇറഗുലർ ആയിട്ടുള്ള പരിപാടിയാണെങ്കിൽ ബെറ്റർ ഏതാണ്? യു ഗോ ഫോർ ടാക്യോമെട്രി. ക്ലിയർ അല്ലേ? യെസ്, ദ ബെസ്റ്റ് മെത്തേഡ് ഓഫ് ഇന്റർപോളേഷൻ ഓഫ് കോണ്ടൂർ ആണ്. അടുത്തത് ഇന്റർപോളേഷനിലേക്കാണ് കിടക്കുന്നത്. നമുക്കറിയാം, ഇന്റർപോളേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഫൈൻഡിങ് അല്ലെങ്കിൽ പ്ലേസിംഗ്, ലൊക്കേറ്റിംഗ്, ഡ്രോയിങ് ദ കോണ്ടൂർ ലൈൻസ് വിച്ച് ഈസ് മോസ്റ്റ്ലി റിക്വയർഡ് ഇൻ കേസ് ഓഫ് ഇൻഡയറക്ട് മെത്തേഡ്. ആൻഡ് ഏതൊക്കെയാണ് ഇന്റർപോളേഷൻ മെത്തേഡ് എന്ന് ചോദിച്ചാൽ എസ്റ്റിമേഷൻ മെത്തേഡ് ഉണ്ട്, യെസ്, അരിത്തമാറ്റിക് മെത്തേഡ് ഉണ്ട്, ഗ്രാഫിക്കൽ മെത്തേഡ് ഉണ്ട്. എസ്റ്റിമേഷൻ മെത്തേഡിന്റെ പേര് തന്നെ അറിയാം. എസ്റ്റിമേഷൻ ഒരു ഊഹ കണക്കാണ്. യെസ്, അതൊരു എന്താണ്? നമ്മൾ കൈ നിറയുകയാണ്. ഊഹം ശരിയാവാം, തെറ്റാവാം. സോ ലെസ് ആക്യുറേറ്റ് ആണ് ഇത് എസ്റ്റിമേഷൻ മെത്തേഡ്. എസ്റ്റിമേഷൻ ഈസ് ലെസ് ആക്യുറേറ്റ്. ഈ പറയുന്ന മൂന്ന് മെത്തേഡിൽ കിടിലൻ ആക്യുറസി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരിത്തമാറ്റിക് മെത്തേഡ് ആണ്. മോസ്റ്റ് ആക്യുറേറ്റ് മെത്തേഡ് ഈസ് അരിത്തമാറ്റിക് മെത്തേഡ്, അല്ലേ? യെസ്. സോ എന്താണ് ദ ബെസ്റ്റ് മെത്തേഡ് ഓഫ് ഇന്റർപോളേഷൻ ഓഫ് കോണ്ടൂർ? ബെസ്റ്റ് മെത്തേഡ് ഏതാന്ന് ചോദിച്ചാൽ കമ്പ്യൂട്ടേഷൻ ആണ്, ഓപ്ഷൻ സി.
The best method എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Yes, that is termed as computation. Graphical method അല്ല, estimation method അല്ല, all of this അല്ല. ഏതാണ്? arithmetic method. അതാണ് നമുക്കറിയാം. നമ്മൾ അതിനെ അല്ലെ മാത്തമാറ്റിക്സിന്റെ ഭൂഗോളത്തിന്റെ സ്പന്ദനത്തിലായിരുന്നു നമ്മൾ അത് ചെയ്തത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ ഓർക്കുകയാണ്. അടുത്ത നോക്കിയേ, the process of spacing the contours proportionally between the plotted ground is known as. നിങ്ങൾ കോണ്ടൂർ ലൈനുകളെ വളരെ എന്താണ് വളരെ വളരെ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നു? നിങ്ങൾ പ്ലേസ് ചെയ്യുന്നു. പ്രൊപ്പോർഷണലി നിങ്ങൾ എന്ത് ചെയ്യുന്നു? അതിനെ സ്പേസിംഗ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ അതിനെ ലൊക്കേറ്റ് ചെയ്യുന്നു. അതിനെന്താ പറയാ? കോണ്ടൂർ ലെവൽ, ഹൊറിസോണ്ടൽ ലെവൽ, ഇന്റർപൊല്യൂഷൻ ഓഫ് കോണ്ടൂർ, കോണ്ടൂർ മാപ്പിംഗ്. ഒരു സംശയവുമില്ല ഓപ്ഷൻ സി ആണ്. ദാറ്റ് ഈസ് ടേംഡ് ആസ് ഇന്റർപൊളേഷൻ. ആണ്. ഈ ഒരു അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഒരു പോയിന്റ്, കോണ്ടൂർ ഗ്രേഡിയന്റ് ആണ്. എന്താണ് കോണ്ടൂർ ഗ്രേഡിയന്റ്? ഇതാണ് ചുരം. ചുരമല്ല ചുരം. യെസ്, വയനാട് ചുരം, ഇടുക്കി ചുരം, ആ ചുരം, ഈ ചുരം. നിങ്ങൾ നോക്കിയേ, ഈ പറയുന്ന ചുരത്തിന്റെ റോഡിലുള്ള സെന്റർ ലൈൻ കണ്ടോ? അതാണ് ആ സെന്റർ ലൈൻ. ആ സെന്റർ ലൈനിന്റെ ഇൻക്ലിനേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ, അത് കോൺസ്റ്റന്റ് ആണ്. ഇതാ അടുത്ത സെന്റർ ലൈൻ, അതിന്റെയും ഇൻക്ലിനേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ കോൺസ്റ്റന്റ് ആണ്. ദാറ്റ് ഈസ് എ ലൈൻ അറ്റ് കോൺസ്റ്റന്റ് ഇൻക്ലിനേഷൻ ഈസ് ടേംഡ് ആസ് കോണ്ടൂർ ഗ്രേഡിയന്റ്. അല്ലെ? യെസ്, എ ലൈൻ lying in the ground. Yes, a line lying on the ground maintaining a constant inclination to the horizontal is termed as contour gradient. And നിങ്ങൾ നോക്കിയ ഇൻക്ലിനേഷൻ അല്ലേ? ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് അല്ലേ? വെർട്ടിക്കൽ ആംഗിൾ അല്ലേ? ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ, അതും വെർട്ടിക്കൽ ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ ക്ലിനോമീറ്റർ ഉപയോഗിക്കാം, എബനി ലെവൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ തിയോഡൽ ആയിട്ട് ഉപയോഗിക്കാം. എന്തിനു വേണ്ടിയാണ് കോണ്ടൂർ ഗ്രേഡിയന്റ് പരിപാടി എന്ന് ചോദിച്ചാൽ, locating contour gradient in the field is done for setting the road, railway, canal over hilly areas. കാരണം അവിടെ ഇൻക്ലിനേഷൻ എന്ത് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും? റോഡുകളും കനാലുകളും ചിലപ്പോൾ റെയിൽവേകളും നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് കോണ്ടൂർ ഗ്രേഡിയന്റ് ആണ്. നമ്മുടെ കോണ്ടൂറിലെ മറ്റൊരു പോർഷനിലേക്ക്, ഏറ്റവും അവസാനത്തെ പോർഷനിലേക്ക് കടക്കുകയാണ്. കോണ്ടൂർ മാപ്പ് ഈസ് യൂസ്ഡ് ഫോർ. കോണ്ടൂർ മാപ്പിന്റെ ഉപയോഗങ്ങൾ അതേപടി ചോദിക്കാറുണ്ട്. നോക്കിയേ, കോണ്ടൂർ മാപ്പ് furnishes or gives the information regarding the features of the ground, whether it is flat, undulating or mountainous. കണ്ടാൽ അറിയാം, കോണ്ടൂർ മാപ്പ് കണ്ടാൽ അറിയാം, ഇല്ലെങ്കിൽ കൊണ്ടാൽ അറിയും. From a contour map, sections may be easily drawn in any direction. അല്ലെ? നിങ്ങൾ നോക്കിയേ, പ്രാക്ടിക്കലി മലയുള്ള സ്ഥലത്ത് പോയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. ആ മലയുടെ കോണ്ടൂർ മാപ്പിലോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇന്റർവിസിബിലിറ്റി, വെരി വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. ഇന്റർവിസിബിലിറ്റി between the points can be plotted on the map with precision. അല്ലെ? ഇന്റർവിസിബിലിറ്റി നമുക്കൊരു വിഷയമല്ല കോണ്ടൂർ മാപ്പിൽ, ബട്ട് പ്രാക്ടിക്കലി നമുക്കത് പറ്റില്ല. അല്ലെ? യെസ്, ഇറ്റ് ഇനേബിൾസ് engineers to approximately select the most economical site for engineering projects such as road, railway, canal, pipeline. അതായത് റൂട്ട് ഓഫ് എ ഗിവൺ ഗ്രേഡ് ക്യാൻ ബി ട്രേസ്ഡ് ഓൺ ദ മാപ്പ്. കാച്ച്മെന്റ് ഏരിയ അനാലിസിസിന് വേണ്ടിയും റിസർവോയറിന്റെ കപ്പാസിറ്റിക്ക് വേണ്ടിയും, റിസർവോയറിന്റെ കപ്പാസിറ്റി ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയും ഒക്കെ കോണ്ടൂർ മാപ്പ് ഉപയോഗിക്കാം. And അതേപോലെ കോണ്ടൂർ മാപ്പ് ക്യാൻ ബി യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ ക്വാണ്ടിറ്റി ഓഫ് ദ എർത്ത് വർക്ക്. ഈ ഉപയോഗങ്ങൾ അറിഞ്ഞിരിക്കുക. ഇങ്ങനെയാണ് ചോദ്യം വരിക. Which of the following are the uses of contour map? നോക്കിയേ, ഇന്റർവിസിബിലിറ്റി ബിറ്റ്വീൻ ദ ഗ്രൗണ്ട് പോയിന്റ്സ് പറ്റും, ക്വാണ്ടിറ്റീസ് ഓഫ് ദ എർത്ത് വർക്ക് പറ്റും, റൂട്ട് ഏതിലൂടെ പോകണം എന്നുള്ളത് പറ്റും എന്ന് പറഞ്ഞാൽ പറ്റും, എല്ലാം പറ്റും. ദാറ്റ് ഈസ് ദ യൂസ് ഓഫ് ദ കോണ്ടൂർ മാപ്പ്. നോക്കിയേ, നമ്മുടെ രണ്ട് പോർഷൻസ് ആയിരുന്നു ഏത്? ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്കിയേ. കോണ്ടൂർ മാപ്സ് കനോട്ട് ബി യൂസ്ഡ് ഫോർ. കനോട്ട് ബി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കനോട്ട് ബി. ഫസ്റ്റ് വൺ, കാൽക്കുലേറ്റിംഗ് ദ വാട്ടർ കപ്പാസിറ്റി ഓഫ് ദ റിസർവോയർ. യെസ്, അതിനുവേണ്ടി ഉപയോഗിക്കാൻ പറ്റും. പറ്റും. ഡിറ്റർമൈൻ ദ കാച്ച്മെന്റ് ഏരിയ ഓഫ് ദ ഡ്രെയിനേജ് ബേസിൻ. പറ്റും. രണ്ട് സ്റ്റേറ്റ്മെന്റുകൾക്ക് വേണ്ടിയും കോണ്ടൂർ മാപ്പ് ഉപയോഗിക്കാൻ പറ്റും. അവർ ചോദിച്ചിരിക്കുന്നത് കനോട്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് വരിക. നൈദർ വൺ ഓർ ടു. സോ നോക്കിയേ, ഇതാണ് നമ്മളുടെ അവസാനം. നിങ്ങൾക്കറിയാം, കോണ്ടൂറും പ്ലെയിൻ ടേബിളുമായിരുന്നു നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് നമ്മൾ ദ്രുതഗതിയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പോയിന്റുകളെല്ലാം നമ്മൾ കവർ ചെയ്തു ക്വസ്റ്റ്യൻസിലൂടെ. നോക്കിയ സൈലം ടെക്നിക്കൽ ഭാഗത്തു നിന്നും ഓവർസിയറിനും ബാച്ചസും ഓൾറെഡി റണ്ണിംഗ് ആണ്. നിങ്ങൾക്കറിയാം, ഓൺലൈനിലെ ഫീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ വെറും 3999 രൂപയും ആൻഡ് ബാച്ചിന് 12999 രൂപയാണ്. ഓഫ്ലൈനിലെ ഇതേ കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓവർസിയർ ബാച്ചസിന് നമ്മൾ വളരെ കുറഞ്ഞ ഫീസാണ്, 10,000 രൂപയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അസിസ്റ്റന്റ് എഞ്ചിനീയറിന് വെറും 25,000 രൂപയാണ്. മാർക്കറ്റിൽ നമ്മൾ മറ്റുകാരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ ഫീസിലാണ് ഏറ്റവും മികച്ച കണ്ടന്റ് നിങ്ങളിലേക്ക് എത്തുന്നത്. സോ നോക്കിയേ, ഈ സെഷൻ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കോണ്ടൂർ
ആൻഡ് പ്ലെയിൻ ടേബിൾ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ പോയിന്റുകളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. വീണ്ടും കാണാം മറ്റൊരു അവസരത്തിൽ. അതുവരെ എല്ലാവർക്കും താങ്ക് യു.